ബജറ്റിനെ ചൊല്ലി കേരളത്തെ പരിഹസിച്ച കേന്ദ്രമന്ത്രി ജോർജ് കുര്യനെതിരെ അതിരൂക്ഷമായ വിമർശനമാണ് ഇന്ന് മറ്റ് നേതാക്കളൊക്കെ ഉന്നയിച്ചത്. ജോർജ് കുര്യന് കേരള വിരുദ്ധ നിലപാടാണെന്ന് എം.വി. ഗോവിന്ദൻ പറഞ്ഞു. മലയാളികളോട് അശേഷം സ്നേഹമില്ലാത്ത പാർട്ടിയാണ് BJP എന്ന് പ്രസ്താവനയിലൂടെ തെളിഞ്ഞുവെന്ന് E.P. ജയരാജൻ. കുര്യൻ മാപ്പ് പറയണമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. അധിക്ഷേപിക്കുന്ന പ്രസ്താവനയെന്ന് മന്ത്രി P. രാജീവ്. പ്രസ്താവന സംസ്ഥാനത്തെ അപമാനിക്കുന്നതാണെന്ന് പ്രതിപക്ഷ നേതാവ് V.D. സതീശനും കേന്ദ്രമന്ത്രിയുടേത് ദൗർഭാഗ്യകരമായ പ്രസ്താവനയെന്ന് രമേശ് ചെന്നിത്തലയും വിമർശിച്ചു. മാനവ വികസന സൂചികയിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഇന്ത്യയിലെ സംസ്ഥാനം കേരളമാണ്. കേരളം പിടിക്കാനുള്ള ഒരു ഒരുപാട് ശ്രമം നടന്നിട്ടൊന്നും നടക്കുന്നില്ല എന്നുള്ളതുകൊണ്ട് ഇനിയിപ്പോൾ കേരളത്തെ പൂർണ്ണമായിട്ടും ദരിദ്രമാക്കുക എന്നുള്ള നിലപാടാണ് കേന്ദ്രമന്ത്രിമാരും കേന്ദ്ര ഗവൺമെൻറ് ആകുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജനിച്ചു വളർന്ന നാടിനോടും 3.5 കോടി മലയാളികളോടും അശേഷം സ്നേഹമില്ലാത്തൊരു പാർട്ടിയാണ് BJP എന്നുള്ളത് ജോർജ് കുര്യൻ്റെ പ്രസ്താവനയോടുകൂടി ഒന്നുകൂടി വ്യക്തമാക്കിയിരിക്കുകയാണ്. BJP എന്ന് പറയുന്ന കേരള വിരോധ പാർട്ടിയായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. കടുത്ത കേരള വിദ്വേഷമാണ് BJPയിലുള്ളത്. അതിൻ്റെ പ്രതികരണമാണ് വന്നിട്ടുള്ളത്. കേന്ദ്രമന്ത്രിയുടെ പരാമർശം കേരളത്തെ അപമാനിക്കുന്നതിന് തുല്യമാണ്. കേരള മോഡൽ ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ ഇതിൽ നിന്നൊക്കെ കേരളം പിറകോട്ട് പോകണം എന്ന് പറയുന്നതിന് തുല്യമാണ്. കേരളം കൂടുതൽ പ്രയാസത്തിലേക്ക് പോകണം എന്ന് ആഗ്രഹിക്കുന്നതിന് തുല്യമാണ്. അദ്ദേഹം സമൂഹത്തോട് മാപ്പ് പറയാൻ തയ്യാറാകണം. ഇത് ഏതെങ്കിലും ഒരു ഔദാര്യത്തിനല്ല കേരളം വിൽക്കുന്നത്, നമ്മുടെ സംസ്ഥാനത്തിന് അർഹമായിട്ടുള്ളത് ലഭിക്കുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ കേരളത്തിൻ്റെ നേട്ടങ്ങൾ കേരളത്തിനെതിരായി മാറുന്നു എന്ന് നമ്മൾ പറഞ്ഞ കാര്യം സാധൂകരിക്കുന്നതാണ് ആ പ്രസ്താവനയുള്ളത്. കേരളം സമ്പൂർണ്ണമായി പുരോഗതി പ്രാപിച്ചു കഴിഞ്ഞു. ഇനിയും കേരളത്തിന് കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്ന് ഒരു ആനുകൂല്യവും അല്ലെങ്കിൽ ഒരു പദ്ധതിയും അർഹതയില്ല എന്ന് പറയുന്നത് തികഞ്ഞ തെറ്റായ നടപടിയാണ്. അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. മന്ത്രി ആ പ്രസ്താവന പിൻവലിച്ച് ജനങ്ങളോട് മാപ്പ് പറയണം.